കരിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കരിയാട് ഇപ്പോഴും അത്രയും അങ്ങോട്ട് ഇതായിട്ടില്ല. അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട് കേട്ടോ. നേരെ കാണുന്നതൊക്കെ ശരിക്കും തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്രദേശം. കരിയാട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രാമത്തിലോട്ട് പോകുന്ന നല്ലൊരു വഴിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ സഞ്ചരിച്ചാൽ പോകണമെന്നുണ്ട്. ഒരു തോടൊക്കെ പോകുന്നുണ്ട്. റോഡ് ഇങ്ങനെ വളഞ്ഞ് കിടക്കേണ്ട. ഈ സമയപ്പോൾ തിരക്കൂടി. ടെമ്പോ ട്രാവലിന് വന്ന ആൾക്കാർ കരിക്ക് കുടിക്കാനുള്ള പരിപാടിയാണ്. അവർ കരിക്കൊക്കെ കുടിച്ച് സമാധാനപരമായിട്ട് പോകുന്നു. നമ്മൾ 2 കുപ്പി വെള്ളം കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഓക്കെ. കുറച്ചുകൂടി മുന്നോട്ട് പോവാം. അങ്കമാലിയൊക്കെ കഴിച്ചു അല്ലേ? അത് നമ്മൾ എടുത്തപ്പോൾ ഓക്കെ. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. നമ്മൾ അങ്കമാലി ടൗണിൽ ജംഗ്ഷനിലെത്തി. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ്. ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളും പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സമയമായപ്പോൾ ഇച്ചിരി ഒരു വെയിലിനൊരു ശമനം കിട്ടി. ഇത്ര നേരം നല്ല കടുത്ത വെയിലായിരുന്നു. ഉള്ളിലോട്ട് കയറണമെന്ന് ആലോചിച്ചതാണ്. ഇപ്പം നല്ല പ്രത്യേക രീതിയിൽ തണൽ. നമ്മൾ സ്ലോയിലാണ് പോകണം. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ പഞ്ചറും കമ്പിയുടെ പ്രശ്നവും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ സ്ലോയിൽ റൈഡ് ലോങ് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. കുറേ നാളായി ലോങ് വന്നിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും ലോങ് റൈഡ് നടത്തിയിട്ട്. ഇപ്പോൾ ലോങ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 4-5 മണി വരെ റൈഡ് ചെയ്യും നമ്മൾ സാധനം ചെയ്യണ പോലെ. അത് ഹൈവേ കൂടിയാണ് റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തിരക്ക് ശരിയാവില്ല. സ്പീഡിൽ പോവാം. ചരക്ക് വണ്ടികളൊക്കെ ചെയ്യണൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു വെയിൽ ഒരു ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സുഖമുണ്ട്. നേരത്തെ നല്ല കടുത്ത വെയിലായിരുന്നു കേട്ടോ. പറയുമ്പോൾ മഴക്കാലത്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും റൈഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം മഴക്കാലത്ത് തന്നെയുണ്ട്. വെയിലത്ത് റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സുഖകരമായ അവസ്ഥയാണ്. അപ്പം നമ്മളങ്ങനെ അങ്കമാലി ടൗൺ കഴിഞ്ഞു. 12:30 കഴിഞ്ഞു കേട്ടോ. 12:45 ഉണ്ടാവും. റൈഡിങ്ങാണ് നമ്മളുടെ പ്രധാന വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് കാഴ്ചകളോ കാര്യങ്ങളോ ഇല്ല. റൈഡിങ് അത് മാത്രമേ ഉള്ളൂ. കാറുകാരൊക്കെ പുറകിൽ വന്നിട്ട് ഹോൺ അടിയാണ്. ഇത്രയും സ്പീഡിൽ നമ്മൾ ഇറക്കം വിട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ബ്രേക്ക് ഓടിക്കുന്നതാണ്. എന്ത് സംഭവിച്ചാലും മാത്രമല്ല.
ആ രീതിയിലാണ് പോകണം. ക്യാമറ ഓണാണ്. അപ്പോൾ സൈഡ് കൂടെ പോകണം. നല്ല കുഴപ്പമൊന്നുമില്ല. ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഈ റോട്ടിൽ കൂടി നമുക്ക് കഥകൾ പറഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടാണ്. അയ്യപ്പന്മാരുണ്ട്. അയ്യപ്പ സീസണും ക്രിസ്മസ് സീസണൊക്കെ ഉണ്ട്. ന്യൂ ഇയർ സീസൺ, അങ്ങനെ ഒരുപാട് സീസണുകളാണ്. എന്നെ സംബന്ധിച്ച് ഒരു സീസണല്ല, ഏറ്റവും ബാഡ് സീസണാണ്. അത്ര പറയാനുള്ളൂ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ, പഴയ ഒരു കെട്ടിടമുണ്ടോ, എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കും. ശരിക്കും ഈ നാടിൻ്റെ ആദ്യകാലത്തെ താമസക്കാർ ഇവരൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ റോഡൊക്കെ വീതി കൂട്ടി അവരൊക്കെ സ്പേസ് പോയതാണ്. കുറേ സ്ഥലം ഉണ്ടാവും, എന്നാലും നമ്മൾ അങ്കമാലി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പഴയ ആളുകൾ. അവിടെ ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡ്. അപ്പം അവരൊന്നും പൂർവികരുണ്ടാവില്ല, അന്ന് താമസിച്ചിരുന്ന ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവരൊന്നും ചിന്തിക്കണ പോലും ഉണ്ടാവില്ല അല്ലേ. അത്രയ്ക്ക് മാറ്റങ്ങളാണ് എന്താ പറയുക അനുനിമിഷം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ കാര്യമല്ല പറഞ്ഞത്, ലോകം മുഴുവൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അങ്കമാലിയൊക്കെ കഴിഞ്ഞു ഊറ്റിയാണ്. ഇവിടെ ഇടതുവശത്തൊരു നേഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്കമാലി തന്നെയാണ് ഇത്, വേറെ പേരൊന്നുമില്ല. അങ്കമാലി അത് മുന്നോട്ട് പോകാം. നമുക്ക് ഹൈവേ ആയതുകൊണ്ടേ നല്ല ഇവിടെ ഈ ചൂരലിൻ്റെ കുറേ ഉൽപ്പന്നങ്ങൾ. ഹിന്ദിക്കാരാണത്, അങ്ങനെ കുത്തിപ്പോണതാണ്. ലോറി മാറ്റാൻ സൗകര്യം നല്ലതാണെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടൊന്ന് ചവിട്ടി കൊടുക്കണ്ടേ, അങ്ങനെ പൊക്കോളും. നാളെ അവനെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതുവരെ കൊണ്ടുപോയ ആളുകൾ വട്ടുവിട്ട് എന്തായിരിക്കും അവസ്ഥ. ആംബുലൻസിനൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അതിനകത്തിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളുടെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ആംബുലൻസിൻ്റെ പരമാവധി അവരെ കടത്തിയിടാൻ ശ്രമിക്കുക. അനുഭവിച്ചാലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഹെവി വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലായി, വീണ്ടും വെയിലായി. കുറച്ചധികം ഇങ്ങനെ കാണാനായിരുന്നു. പോവാം. നമ്മൾ ഈ സൈക്കിളിൽ കൂടുതലും നോക്കണത് ബംഗാളികളാണ്. അവർ പക്ഷെ അവർക്ക് മടിയില്ലാത്തതുകൊണ്ടായിരിക്കും നോക്കണം കേട്ടോ. ജാടയോ മടിയൊന്നുമില്ല അവർക്ക് നോക്കാൻ. അവർ മടിയില്ല, അവർ നമ്മളെ വിഷയം ചെയ്യും. അല്ല ആ പുള്ളി എന്താണെന്ന് ചോദിക്കണേ, എവിടെ പോണേ മട്ടിൽ ആദ്യം ചോദിക്കണം. മല ഇപ്പോൾ അവിടെ 2 റൈഡേഴ്സ് ഇപ്പം ഉണ്ട്. ഒരു മെയിലും ഫീമെയിലാണ്. KL43. ഇപ്പോൾ ഇവിടെ ഒരു തലശ്ശേരി തട്ടുകടാന്ന് പറഞ്ഞിട്ട് തട്ടുകടാണിപ്പം നിർത്തിയോ കാണാൻ പറ്റുമെന്നറിയില്ല. തലശ്ശേരി കറി ഷോപ്പ്.
പയ്യനും ഉണ്ട് കേട്ടോ അവരുടെ. കപ്പിൾസാണ്. ഒരു ചെറിയ പയ്യനും ഉണ്ട് റൈഡേഴ്സിൻ്റെ കൂടെ. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഫാമിലിയായിട്ട് റൈഡിന് ഇറങ്ങിയാണ് കേട്ടോ. നല്ല നല്ല കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നത് നമ്മൾ ബംഗാളികളാണ് കൂടുതലും നമ്മളെ വിഷ് ചെയ്യണതൊക്കെ. മലയാളികൾ ഒരു പക്ഷേ ജാടയാണോന്ന് അറിയില്ല. കുറച്ച് പേര് മലയാളികളൊക്കെ നമ്മളെ ചോദിക്കുന്നുണ്ട്. അന്ന് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. നമുക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ ഉത്തരേന്ത്യക്കാർക്ക് ഒരുപക്ഷെ സൈക്കിള് മെയിനാണ് അവർക്ക്. അവന് എത്ര ശ്രമിച്ചിട്ടും കയറാൻ സാധിക്കുന്നില്ല. കാരണം തിരക്കാണ്. വെറുതെ വണ്ടിയിട്ട് മൂപ്പിക്കാന്നല്ല, വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുന്നത് സത്യത്തിൽ അത് എൻജിൻ പവറല്ലേ, ഒരു സാഹസികതയൊന്നുമല്ല. ഒരാളെ കാണിക്കുക, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഉപാധി, അത്രേ ഉള്ളൂ കേട്ടോ. സാഹസികതയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചില ബൈക്കേഴ്സും അങ്ങനെ പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. എൻജിൻ പവറാണ്. പെട്രോൾ ഒഴിക്കുക, എൻജിൻ കൊടുത്ത പവർ കൈ കൊടുത്തു കഴിഞ്ഞാൽ കസേരയിട്ട് ഇരിക്കുന്ന പോലെയാണല്ലോ. കസേരയിട്ട് ഇരുന്നിട്ട് നമ്മൾ കാല് കൊടുക്കുകയോ കൈ കൊടുക്കുകയോ ചെയ്താൽ ഫാസ്റ്റായിട്ട് പോകും. നമുക്കൊരു പരമാവധി ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളിനെ മോട്ടോർ കാറിന് ഇരുന്ന് പവർ കാണിച്ചിട്ട് കാര്യമില്ല. കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ യാത്രാ മാധ്യമം അത്രേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അങ്ങനെ പോകുന്ന ആളുകൾ ആരും കൈ നോക്കി കാണിക്കുകയോ എവിടെ പോകുന്നു എന്താണെന്നൊന്നും ചോദിക്കാനുള്ള വകുപ്പില്ല. ആരും ചോദിക്കാറുമില്ല. ജസ്റ്റ് നോക്കുന്നു പോകുന്നു. പക്ഷെ നമ്മളെപ്പോലെ സൈക്കിൾ റൈഡ് ചെയ്യുന്ന ആളുകൾ കൗതുകത്തോടെ നോക്കുകയും ചെയ്യും, ചോദിക്കും, ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും, എന്തെങ്കിലും ആണോ. സൈക്ലിസ്റ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളാണ് ഷോ അല്ലേ, ഷോ കാണിച്ച് പോകാൻ പറ്റുന്നത് നമുക്കാണ്. നമ്മൾ കണ്ടും കാണിച്ചാൽ പോകണത് വളരെ സ്ലോയിൽ. മറ്റേ ഒറ്റ പോക്കാണ്, പാഞ്ഞൊരു പോക്കാണ്. കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടില്ല, എന്ന് ചോദിച്ചാൽ ഇല്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൂട്ടാം, തെറ്റിയിരിക്കരുതായിരിക്കും. നമ്മളും പണ്ടിങ്ങനെയൊക്കെ പോയിട്ടുള്ളതാണ് ബൈക്കിനും ഫാനിനൊക്കെ. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിച്ച് പറഞ്ഞതാണ്. ചേട്ടൻ ലോട്ടറി എടുക്കാനുള്ള റെഡിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. കഥകളിങ്ങനെ പറഞ്ഞ് നമ്മൾ സൈക്ലിംഗ് ആണ് മെയിൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇന്ന്. അതായത് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അങ്ങനെ ഞങ്ങൾ സ്ലോയിലാണ് പോണത്. നമ്മൾ കൊരട്ടി എത്തിയിട്ടാ. കൊരട്ടിയാണെന്ന് തോന്നുന്നു. സ്ഥലം കണ്ടിട്ട് നല്ല പരിചയം. അവർ നിർത്തി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഇതൊരു നഴ്സറി ഉണ്ടോ, സ്വപ്നചിത്ര നഴ്സറി. വലിയ സ്റ്റാച്യു കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. 100 മുകളിൽ വെറൈറ്റി ചെടികളൊക്കെ കിട്ടും. 5 ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ. വെറുതെ
എന്തൊക്കെ ആള് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെടികളുണ്ട്. 100 വെറൈറ്റിക്ക് മുകളിലുണ്ട്. 5 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ മുഴുവൻ ഈ ഒരു നഴ്സറി ആണെന്ന് തോന്നാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ്. ഓക്കെ, അങ്കമാലി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ചാലക്കുടി എത്തിയിട്ടുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാലക്കുടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞുകൊണ്ട് തിരക്ക് കൂടി. ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടാവും. 1 മണിക്കൂർ. ഇപ്പോൾ നമ്മൾ 10:30 ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ വീട്ടിൽ നിന്ന്. നമ്മൾ സ്ലോവിലാണ്. ഇന്നിപ്പോൾ റൈഡിങ്ങാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. വാങ്ങി പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു സംഗതിയൊന്നുമില്ല. ആ ഭാഗത്ത് JCB ഇഷ്ടംപോലെ JCBകളൊക്കെ കൂട്ടി വർക്ക്ഷോപ്പാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് വെറുതെ കിടപ്പുണ്ട് കേട്ടോ. ഭാവിയിൽ ഇവിടെയൊക്കെ വികസിക്കും, ഞാൻ നമ്മൾ പറഞ്ഞില്ല. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ റെയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഇച്ചിരി കുറവായിരിക്കും വികസനം. റെയിൽവേയുടെ സ്ഥലമാണെന്ന് അറിയില്ല. ഞാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. മരങ്ങളൊക്കെ തഴച്ച വളരണമല്ല. ഈ കോൺക്രീറ്റിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്.